ഒരു മിനിറ്റ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എ സ്റ്റീൽ ഷാഫ്റ്റ് സപ്പോർട്ടഡ് ഓൺ ബിയറിങ്സ് എ അറ്റ് ലെഫ്റ്റ് ആൻഡ് ബി ഓൺ ദി റൈറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് വരയ്ക്കാൻ പോകുന്നത്? ഒരു സ്റ്റീൽ ഷാഫ്റ്റ് വരയ്ക്കാമല്ലോ. സ്റ്റീൽ ഷാഫ്റ്റ് വരയ്ക്കുന്നത്, രണ്ട് ബിയറിങ്സ് ഉണ്ട്. എ എന്ന് പറയുന്ന ബിയറിങ്, അപ്പോൾ എ എന്ന് പറയുന്ന ബിയറിങ് വരച്ചു, ബി എന്ന് പറയുന്ന ബിയറിങ് വരച്ചു. കേൾക്കാമല്ലോ പറയുന്നത്? ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. ക്യാരീസ് ടു ഗിയർ സി ആൻഡ് ഡി. അപ്പോൾ ഇത് എ എന്ന് മാർക്ക് ചെയ്തു, ഇത് ബി എന്ന് മാർക്ക് ചെയ്തു. രണ്ട് ഗിയറാണ്, പുള്ളിയല്ല, നോട്ട് ചെയ്യണം, ഗിയറാണ്. ടു ഗിയർ സി ആൻഡ് ഡി ലൊക്കേറ്റഡ് ഡിസ്റ്റൻസ് 250 millimeter ആൻഡ് 400 millimeter റെസ്പെക്റ്റീവ്ലി ഫ്രം ദി സെൻറ്റർ ലൈൻസ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എൻഡ് ബിയറിംഗ്. ഇപ്പോൾ ലെഫ്റ്റ് ബിയറിങ്ങിനകത്തു നിന്ന് 250 mm മാറിയിട്ട് എന്താണ്, ഇവിടെ ഒരു പുള്ളിയുണ്ട്. പുള്ളിയല്ല, ഗിയർ അല്ലേ? ആ ഗിയറാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഉണ്ടോ? ഗിയറിൻ്റെ ടീത്ത് കാണിച്ചു. ഇതിൻ്റെ സി ആണ് അല്ലേ? ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 250. പിന്നെന്താണ്, ഡി എന്ന് പറയുന്ന ഗിയർ ഇവിടെ അല്ലോ. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നതിൻ്റെ ഈ ഡിസ്റ്റൻസ് എത്രയാ? 400. ഓക്കെ, ഞാൻ 400 കാണിച്ചേക്കുന്നത് കറക്റ്റ് അല്ല, 400 ആണ്. ദ പിച്ച് ഡയമീറ്റർ ഓഫ് ഗിയർ സിയുടെ പിച്ച് ഡയമീറ്റർ എത്രയാണ്? ഞാൻ ഡി സി എന്ന് എടുക്കുക. പിച്ച് ഡയമീറ്റർ ഓഫ് ഗിയർ സി എത്രയാണ്? 600 millimeter. ഡയമീറ്റർ ഇത് ഡി ആണോ? ഡി എന്ന് പറയുന്നത് ഗിയറാണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് പിച്ച് ഓഫ് ഗിയർ ഡി എത്ര വരും? 200 millimeter അല്ലേ? ദ പ്രഷർ ആംഗിൾ ഈസ് തീറ്റ ഡിഗ്രി. അപ്പോൾ പ്രഷർ ആംഗിൾ ഞാൻ എന്താ പറയുന്നത്, തീറ്റ എന്ന് അല്ലെങ്കിൽ ആൽഫ എന്ന് കൊടുക്കുക. ആൽഫ ഈസിക്കൽ ടു നമുക്ക് 20 ഡിഗ്രി. നമുക്ക് മറ്റേ ഇതിനകത്ത് എന്തോ തന്നിരുന്നത്, പുള്ളിക്കകത്ത് എന്തോ തന്നിരുന്നത്, ആംഗിൾ ഓഫ് ലാപ്പാണ് തന്നിരുന്നത്. ഇവിടെ എന്തോ തന്നിരുന്നത്? ഇവിടെ എന്ത് തന്നേക്കുന്നത്? പ്രഷർ ആംഗിളാണ് തന്നേക്കുന്നത്. ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ലൈൻസ് ഓഫ് ദ ബിയറിംഗ്സ് ഈസ് 2400 millimeter. അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാ? ഈ ഡിസ്റ്റൻസ് ഇത്രയും ക്ലിയർ ആയല്ലോ. ദ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് എ പവർ എത്രയാണ്? 20 kilowatt അല്ലേ? അറ്റ് എത്ര 120 RPM. ദ പവർ ഡെലിവേർഡ് ടു ദ ഷാഫ്റ്റ് അറ്റ് ഗിയർ സി. ഈ ഷാഫ്റ്റിന് പവർ കിട്ടുന്ന ഇതിലേക്കൂടാ. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം കേട്ടോ. ദ പവർ ഈസ് ഡെലിവേർഡ് ടു ദ ഷാഫ്റ്റ് അറ്റ് ഗിയർ സി. ഇപ്പോൾ ഗിയർ സിയിലൂടെയാണ് ആർക്ക് പവർ കിട്ടുന്നത്? ഷാഫ്റ്റിന് പവർ കിട്ടുന്നത്. ഇപ്പം ഞാനിതൊരു 3 dimensional വ്യൂ വരയ്ക്കാൻ പോവാണേ. ഓക്കെ, ഇവിടെ ബിയറിങ് വെക്കുന്നു. എ എന്ന് പറയുന്ന ബിയറിങ്, ബി എന്ന് പറയുന്ന ബിയറിങ്. ഇവിടെ എനിക്കൊരു പുള്ളിയുണ്ട്. പുള്ളിയല്ല കേട്ടോ, പിന്നെന്തുവാ? പിന്നെന്താണ്? ഗിയറാണ്. എന്നിട്ട് ഏത് ഗിയറിൽ കൂടെ നമ്മുടെ ഷാഫ്റ്റിൻ്റെ പവർ കിട്ടുന്നത്? സി എന്ന് പറയുന്ന ഗിയറിൽ കൂടെ. അപ്പോൾ സി എന്ന് പറയുന്ന ഗിയറിൽ കൂടെ നമ്മുടെ ഷാഫ്റ്റിന് പവർ കിട്ടണമെങ്കിൽ സി എന്ന് പറയുന്ന ഗിയർ വേറൊരു ഗിയറോട്ട് കണക്റ്റഡ് അല്ലേ? അത് ക്വസ്റ്റ്യന് പറയത്തില്ല കേട്ടോ, ഉണ്ടോ? ഇങ്ങനെ ചെറിയൊരു ഗിയറോട്ട് കണക്റ്റഡാണ്. ഇതെന്താണ്? സി എന്ന് പറഞ്ഞ ഗിയറിൻ്റെ ഡ്രൈവറാണ്. സി എന്ന് പറയുന്ന ഗിയറിന് പവർ കിട്ടുമ്പോൾ അല്ലേ ഷാഫ്റ്റ് കറങ്ങുന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന ഗിയറിന് പവർ കിട്ടുന്നത് എവിടുന്നാ? വേറൊരു ഗിയർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. വേറൊരു ഗിയർ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് ഈ പവർ ഈസ് ടേക്കൺ ഔട്ട് ഗിയർ ഡി ഉണ്ട് ഇവിടെ. ഗിയർ ഡിയിൽ നിന്ന് ഞാൻ പവർ എടുക്കുക. ഓക്കെ, പവർ എടുക്കുമ്പോൾ
അത് വേറൊരു ഗിയർ വഴിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഗിയർ ഡി വേറൊരു ഗിയറോട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഗിയർ ഡി വേറൊരു ഗിയറോട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഗിയറിൽ നിന്നാണ് നമ്മൾ പവർ എടുക്കുന്നത്. അപ്പോൾ അത് ഏത് വരും? അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വരയ്ക്കുവാണ്. നോക്കിയേ, കണ്ടോ? ആ, പറഞ്ഞോ. ഞാൻ പറയാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതാ ഞാൻ പറഞ്ഞത് ആ സെക്ഷൻ. ദ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് 20 kW at 120 RPM. ദ പവർ ഈസ് ഡെലിവേർഡ് ടു ദ ഷാഫ്റ്റ് അറ്റ് ഗിയർ സി. ഗിയർ സിയിലോട്ടാണ് പവർ കിട്ടുന്നത്. ഗിയർ സിക്ക് പവർ എങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ പറ. ഈ ഒരു ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ചെറിയ ഗിയർ ഇവിടെ വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഈ ചെറിയ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഗിയറിൻ്റെ പവറാണ് സിക്ക് കിട്ടുന്നത്. ആ പവർ വെച്ചിട്ടാണ് ഷാഫ്റ്റ് കിട്ടുന്നത്. ആ ഷാഫ്റ്റ് കറങ്ങുമ്പോഴാണ് ഡിക്ക് പവർ കിട്ടുന്നത്. ആ ഡിയിൽ നിന്ന് പവർ വീണ്ടും എടുക്കുക. ഡിയിൽ നിന്ന് പവർ എടുക്കുമ്പോൾ ഡിയിലോട്ട് വേറൊരു ഗിയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗിയറിൽ നിന്നാണ് നമ്മൾ പവർ ഷാഫ്റ്റിൽ നിന്ന് എടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് ഇത് നിങ്ങൾ എനിക്കിത് കറക്റ്റായിട്ട് വരയ്ക്കാനേ ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇതുണ്ടോ? ഓക്കെ, ഇത് എ, ഇത് ബി, ഇവിടെ ഒരു ഗിയറുണ്ട്. ഓക്കെ, ഈ ഗിയറുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പുറത്തൊരു ഗിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സി ആണ്, ഇത് സിയുടെ ഡ്രൈവറാണ്. ഇനി എന്താ, ഇവിടെ ഒരു ഗിയറുണ്ട് ഡി, അത് നമ്മുടെ ഇതിന് പവർ എടുക്കുക. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങോട്ടൊരു ഗിയറുണ്ട്, ഇവിടെ നിന്നാണ് പവർ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മുടെ സി എന്ന് പറയുന്ന ഗിയർ, ഇത് നമ്മുടെ ഡി എന്ന് പറയുന്നത്. അത് ഷാഫ്റ്റിനകത്ത് റൊക്കേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഗിയറിൽ നിന്നാണ് സിക്ക് പവർ കിട്ടുന്നത്. ഇനി ഡി എന്തെടുക്കും? ഡി ഈ പവർ ഈ ഗിയറിനകത്തോട്ട് കൊടുക്കും. അങ്ങനെ നമുക്ക് ആ പവർ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ ആണോ? അതിനുശേഷം എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ ടൂത്ത് പ്രഷർ FTC ആൻഡ് FTD ഓഫ് ദ ഗിയർ ആക്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ ഒരു രണ്ട് ഗിയർ തമ്മിൽ മെഷ് ചെയ്യുമ്പോഴത്തേന് രണ്ട് ഫോഴ്സ് ഉണ്ട് അവിടെ. ഒന്ന് ടാൻജൻഷ്യൽ ഫോഴ്സും ഉണ്ട്, ഒന്ന് റേഡിയൽ ഫോഴ്സും ഉണ്ട്. രണ്ട് ഗിയർ മെഷ് ചെയ്യുമ്പോൾ രണ്ട് ഫോഴ്സ് ഉണ്ട്, ടാൻജൻഷ്യൽ ഫോഴ്സും ഉണ്ട്, റേഡിയൽ ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ രണ്ട് ഗിയർ തമ്മിൽ ഇങ്ങനെ മെഷ് ചെയ്യുക. അപ്പോൾ റേഡിയൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേന് ടുവേർഡ്സ് ദി സെൻറ്റർ ആയിരിക്കും. ഇപ്പോൾ ഈ ഗിയറിൽ നിന്ന് ഈ ഗിയറിലോട്ട് ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേന് നോക്കി, ഇതിനകത്ത് ഏതാ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സി ആണോ? ഇതിനകത്ത് ഈ ഗിയർ ആണോ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പവർ കൊടുക്കുന്നത്? ഈ ഗിയർ ആണോ പവർ കൊടുക്കുന്നത്? ഈ ഗിയറിൽ നിന്നാണ് പവർ സിക്ക് കിട്ടുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ ഗിയറിൽ നിന്നാണ് പവർ ഡിയുടെ പവർ നമ്മൾ എടുക്കുന്നത്, ഈ ഗിയറിൽ നിന്നാണ്. നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ഗിയർ മെഷ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഫോഴ്സ് ഉണ്ടാവും അവിടെ. ഒന്നെന്ന് പറയുമ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സും ഒന്നെന്ന് പറയുമ്പോൾ റേഡിയൽ ഫോഴ്സും ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഗിയറിൻ്റെയും ടാൻജൻഷ്യൽ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? രണ്ട് ഗിയറിൻ്റെയും ടാൻജൻഷ്യൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. പിന്നെന്തോ വന്നേക്കുന്നത്, ഇത് ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, ഫൈൻഡ് ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് വിത്ത് ദ വർക്കിംഗ് സ്ട്രെസ് ടെൻഷൻ വന്നേക്കുന്നത്, ഷിയർ അല്ല. അപ്പോൾ സിഗ്മ മാക്സ് ഈക്വൽ ടു എന്തുവാ? സിഗ്മ മാക്സ് ഈക്വൽ ടു എത്ര? 100 MPa. അതുപോലെ തന്നെ 56 MPa ഷിയർ. അപ്പോൾ ടോ മാക്സ് എന്തുവാ? 56 MPa ടോ മാക്സ്, ഇല്ലേ? പിന്നെന്താണ്, ഗിയർ സിയുടെയും ഡിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഇല്ലേ? ഡബ്ല്യു സി തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്, അല്ലേ? പിന്നെ CMഉം തന്നിട്ടുണ്ട്, CTയും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റൂ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് രണ്ട് ഗിയർ തന്നിട്ടുള്ളൂ, പക്ഷെ ഞാൻ എത്ര ഗിയർ വരച്ചിട്ടുണ്ട് ഇവിടെ? എത്ര ഗിയർ വരച്ചിട്ടുണ്ട്? 1 2 3 4 ഗിയർ വരച്ചിട്ടുണ്ട്. അതെന്താ 4 ഗിയർ വരച്ചതെന്ന് മനസ്സിലായോ? മനസ്സിലായോ? 4 ഗിയർ. ഓക്കെ,
ഇനിയാണ് നമ്മുടെ കളി. ഓക്കെ, ഇനി നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. രണ്ട് ഗിയർ രണ്ട് മേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ഗിയർ തമ്മിൽ മേറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേന് റേഡിയൽ ഫോഴ്സ് ഉണ്ട്, ചാതുർഷ്യ ഫോഴ്സ് ഉണ്ട്. ഇതാണ് ഡ്രൈവർ എന്നിരിക്കട്ടെ, ഇതാണ് ഡ്രൈവിംഗ് എന്നിരിക്കട്ടെ, ഇതാണ് ഡ്രൈവിംഗ് എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളിത് ഒരു 3 ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇത് എ, ഇത് പറയാം. രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒന്ന് എന്താണ്, ടാൻജൻഷ്യൽ ഫോഴ്സും ഉണ്ട്, ഒന്ന് റേഡിയൽ ഫോഴ്സ് ഉണ്ട്. റേഡിയൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഡ്രൈവർ ഗിയറിൻ്റെ സെൻട്രൽ നിന്ന് ഡ്രൈവിംഗ് ഗിയറിൻ്റെ സെൻട്രലിലോട്ടായിരിക്കും റേഡിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെ ആക്ട് ചെയ്യുന്നത്? റേഡിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡ്രൈവർ ഗിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡ്രൈവിംഗ് ഗിയറിൻ്റെ സെൻട്രലിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? റേഡിയൽ ഫോഴ്സ് ആക്ട്. ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഈ ഒരു വെർട്ടിക്കലിലായിരിക്കും ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ടാൻജൻഷ്യൽ ഫോഴ്സ് FTC ആൻഡ് FTD വെർട്ടിക്കലി ഡൗൺവേർഡ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമുക്ക് താഴോട്ട് വരയ്ക്കാം ഇല്ലേ? അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും, അപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് വെർട്ടിക്കൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ അത് വെർട്ടിക്കൽ ഡൗൺവേർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയൽ ഫോഴ്സ് എപ്പോഴും വരയ്ക്കുന്നത് ഡ്രൈവർ ഗിയറിൻ്റെ സെൻട്രലിൽ നിന്ന് ഡ്രൈവിംഗ് ഗിയറിൻ്റെ സെൻട്രലിലോട്ടായിരിക്കും റേഡിയൽ ഫോഴ്സ് വരയ്ക്കുന്നത്. അത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം നമ്മൾ ഈ രണ്ട് ഗിയർ, ഇവിടെ ഒരു ഗിയർ ഉണ്ടല്ലോ, ഈ ഗിയറിൻ്റെ പേരെന്തുവാ? ഈ ഗിയറിൻ്റെ പേരെന്തുവാ? C. ഇവിടെ ഒരു ഗിയർ ഉണ്ടല്ലോ, ഈ ഗിയറിൻ്റെ പേരെന്തുവാ? D. ഈ ഗിയറിനെ റേഡിയൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ, അതായത് ഏത് ഗിയർ, ഇതാണ് ഡ്രൈവർ, ഇതിൻ്റെ മോഷൻ കൊണ്ടാണ് ഈ ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആണോ? അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മുതൽ തൊട്ടടുത്ത ഡ്രൈവിംഗ് ഗിയറിൻ്റെ സെൻറ്ററിലോട്ടാണ് എന്തിൻ്റെ ഡയറക്ഷൻ? റേഡിയൽ. അപ്പം നമ്മൾ ഇത് 3D വ്യൂ ആണ്. ഇത് ഇവിടെ നോക്കുന്ന 3D വ്യൂ ആണ്. ഇത് നമ്മുടെ ഷാഫ്റ്റാണ്. ഓക്കെ, ഇതിനകത്ത് C എന്ന് പറയുന്ന ഗിയർ, ഇവിടെ ഇതിനകത്ത് ഡ്രൈവർ ഏതാ, ഡ്രൈവിംഗ് ഏതാ? പറഞ്ഞേ, ഏതാ ഡ്രൈവർ? ഇതല്ലേ ഡ്രൈവർ? ഇത് ഡ്രൈവറും ഡ്രൈവിങ്ങും. ഇനി ഇവിടെ വരുമ്പോഴത്തേനോ ഇത് ഡ്രൈവറും വരും, ഇതോ ഡ്രൈവിംഗ് വരും. അപ്പം രണ്ട് റേഡിയൽ ഫോഴ്സും വരും, രണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സും വരും, ആണോ? രണ്ട് റേഡിയൽ ഫോഴ്സും വരും, രണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സും വരും, ആണോ? അപ്പം നമ്മൾ റേഡിയൽ ഫോഴ്സും ടാൻജൻഷ്യൽ ഫോഴ്സും നമ്മൾ വരയ്ക്കാൻ പോവാം. എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കിയേ. റേഡിയൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ടല്ലേ? ടാൻജൻഷ്യൽ ഫോഴ്സോ? അപ്പം ഇതെന്താണ്? ഇത് FT, ഇത് FTC. ഇതെന്താ? FTR. അതുപോലെ തന്നെ ഇവിടെ ഇതെന്താ? ഇത് തിരിച്ചു വരും. ഇതെന്ത് വരും? FCR. ഇത് FCD. നേരെ താഴോട്ട് ഏതാ? ഓക്കെ, FRC. മനസ്സിലായല്ലോ? FRC. ഇവിടോ ഈ റേഡിയൽ ഫോഴ്സ് എന്ത് വരും? FRD. ഇതോ FRD. ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഇത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം.
കണ്ടോ, ഇതൊരു ഷാഫ്റ്റ്, ഇവിടെ ഒരു ഗിയർ, ഇവിടെ ഒരു ഗിയർ, ഇതിൻ്റെ ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിങ് ഇതാണ്, ഡ്രൈവർ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ റേഡിയൽ ഫോഴ്സ് എങ്ങനെ വരും? ഇങ്ങനെ വരും. എഫ് റേഡിയൽ അറ്റ് സി, ടാൻജൻഷ്യലോ എഫ് ടാൻജൻഷ്യൽ അറ്റ് സി അല്ലേ? ഈ സി എന്ന് പറഞ്ഞ ഗിയറാ. ഇനി അടുത്തത് ഡിയുടെ ഇത് ഡ്രൈവിങ്ങാ. അപ്പം ഇവിടെ എന്താണ്, ഇതെന്തുവാ? ഡ്രൈവർ ആണോ? ഓക്കെ, ആ പറഞ്ഞോ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇവിടെ എങ്ങനെ വരും? ഡയറക്ഷൻ എല്ലാം കിട്ടിയല്ലോ, ഡയറക്ഷൻ എല്ലാം കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് എന്തുവാ വരയ്ക്കേണ്ടത്? ഈ എഫ് ടി ഡിയുടെയും എഫ് ടി സി, ആ പറഞ്ഞോ. റേഡിയൽ ഫോഴ്സ് ഡ്രൈവറിൽ നിന്ന് ഡ്രിവണിലേക്ക്, അതെ അതെ. ഡിയുടെ കേസിൽ ഡ്രീ ആണ് ഡ്രൈവറായിട്ട് ആക്ട് ചെയ്യുന്നത്, അതെ 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 ശരിയാണ്. ആ അതെ അതെ, സോറി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേന് ഇതിൻ്റെ ഫോർമുലയുണ്ട്. ടാൻജൻഷ്യൽ ഫോഴ്സ്, റേഡിയൽ ഫോഴ്സ്, എന്തൊക്കെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ട്? എഫ് ടി സി, പിന്നെ എഫ് ടി ഡി ആണോ, പിന്നെ എഫ് ആർ സി, പിന്നെ എഫ് ആർ ഡി അല്ലേ? ഇതെല്ലാം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫോർമുലയുണ്ട്. എനിക്ക് പേജ് നമ്പർ 206 എടുത്തോ. ഫസ്റ്റ് ഓഫ് ഓൾ പേജ് നമ്പർ 206 എടുത്തോ. പേജ് നമ്പർ 206 എടുത്തോ. പേജ് നമ്പർ 206 12.8A 12.8B രണ്ട് ഇക്വേഷൻ കണ്ടോ? എന്തുവാ അത്? എഫ് ടി സിയുടെ ഫോർമുല എന്തുവാ? 2MT ഡിവൈഡ് ബൈ ഡയമീറ്റർ അല്ലേ? എഫ് ആർ സിയുടെ ഫോർമുല എന്തുവാ? എഫ് ആർ സിയുടെ ഫോർമുല എഫ് ടി ടാൻ ആൽഫ. ആൽഫ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ എം ടി എന്താന്ന് നോക്കി. അവിടെ എം ടി എന്ന് കൊടുത്തേക്കുന്നത് എന്താന്ന് നോക്കി. അവിടെ എം ടി എന്ന് കൊടുത്തേക്കുന്നത് എന്താന്ന് നോക്കി. അവിടെ എം ടി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് എന്താണെന്ന് നോക്കി. അവിടെ എം ടി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് എന്താണെന്ന് നോക്കി. ടോർക്ക് അല്ലേ? ഇപ്പോൾ ടോർക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന പവർ തന്നിട്ടുണ്ടെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തുവാ? നമ്മുടെ ആസ് യൂഷ്വൽ ഫോർമുല. അപ്പോൾ എം ടി സത്യം പറഞ്ഞാൽ ടോർക്കാണ്, വേറെ നൊട്ടേഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്തുവാ? പവർ തന്നിട്ടുണ്ട്, ആർ പി എം തന്നിട്ടുണ്ട്. പവറും ഉണ്ട്, ആർ പി എമ്മും ഉണ്ട്. ടോർക്കിൻ്റെ ഫോർമുല എന്തുവാ? പവറുണ്ട്, ആർ പി എം. ടോർക്കിൻ്റെ ഈ ഫോർമുല നമ്മൾ കുറേ ചെയ്തതാ. ഇവിടെ എവിടെ നടക്കുന്നത് ഈ ഫോർമുല?
പേജ് നമ്പർ 50. പേജ് നമ്പർ 50-ക്കകത്ത് 3.3a എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങൾ അതെടുത്തിട്ട് ടോർക്ക് കണ്ടുപിടിക്കുക. ആ ടോർക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഡയമീറ്റർ നമുക്കറിയാം. ഇവിടെ ഡയമീറ്റർ സിയുടെ ഡയമീറ്റർ എടുക്കണ്ട കേട്ടോ, സി ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് സിയുടെ ഡയമീറ്റർ എടുക്കുക. അതുപോലെ എഫ് ടി സി കണ്ടുപിടിച്ച പോലെ തന്നെ എഫ് ടി ഡി കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോർക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആൽഫ നമുക്കറിയാം. ആൽഫ എത്ര 20 ഡിഗ്രി അങ്ങോട്ട് വന്നേക്കുന്നില്ലേ, ആൽഫ 20 ഡിഗ്രി. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എഫ് ടി സി, എഫ് ആർ സി, എഫ് ടി ഡി, എഫ് ആർ ഡി എല്ലാം കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. നമ്മൾ നേരത്തെ T1, T2, T3, T4 കണ്ടുപിടിക്കത്തില്ലായിരുന്നോ? നമ്മൾ പുള്ളിയുള്ള സമയത്ത് നമ്മൾ T1, T2, T3 കണ്ടുപിടിക്കത്തില്ലായിരുന്നോ? T1, T2, T3, T4 കണ്ടുപിടിക്കത്തില്ലായിരുന്നോ? അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്തോ കണ്ടുപിടിച്ച്, നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച്, ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ റേഡിയൽ ഫോഴ്സിൻ്റെ ഫോമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കണ്ടുപിടിച്ചിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം വരച്ചു. ആർ എ വി കൊടുത്തു, ആർ ബി വി കൊടുത്തു. താഴോട്ട് ഇവിടെ എഫ് ടി സി പ്ലസ് ഡബ്ല്യു സി, എഫ് ടി ഡി പ്ലസ് ഡബ്ല്യു ഡി. എത്ര കിട്ടി എഫ് ടി സി പ്ലസ് ഡബ്ല്യു സി? 2 ഗിയറും സെയിം സൈഡിൽ എടുക്കുമ്പോഴത്തേന് ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരും. അങ്ങനെ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് വരും കേട്ടോ. ഡയറക്ഷൻ ഓപ്പോസിറ്റ് വന്നാലും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരണം. മനസ്സിലായില്ലേ? പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നിങ്ങളല്ലാതെ ഒന്ന് ചെയ്ത് നോക്കി ഇത് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഈ സമയത്ത് ഞാനിപ്പോൾ അതിന് ചെയ്ത് നോക്കിയിട്ടില്ല. ആരെങ്കിലും ഒരാൾ ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര ഇട്ട്? ഇനി അടുത്തെന്ത് നമുക്ക് എടുക്കേണ്ടത്? മൊമെന്റ് അബൌട്ട് ഇനി ഇല്ല സെയിമാ. ഇനി എന്തുവാ? ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ. ഇപ്പം എന്ത് വരും? ആർ എ വി ഇൻറ്റു 0 അല്ലേ? പിന്നെ ആർ എ വി ഇൻറ്റു 0, പിന്നെ മൈനസ് ഓഫ് എഫ് ടി സി പ്ലസ് ഡബ്ല്യു സി ഇൻറ്റു 250, പിന്നെ അഗെയിൻ മൈനസ് ഓഫ് എഫ് ടി ഡി പ്ലസ് ഡബ്ല്യു ഡി ഇൻറ്റു 2000 പ്ലസ് ആർ ബി വി ഇൻറ്റു ഈക്വൽ ടു 0. ഇതിനകത്ത് നമുക്ക് എന്ത് 0 ആയി പോകും? ഇവിടെ ആർ ബി വി കിട്ടും. ഇനി പ്രൊസീജിയർ സെയിം ആട്ടോ. ഇവിടം വരെ എത്തുന്നതിന് മാത്രമേ ഡിഫറൻസ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും. ഇത്രയും പ്രൊസീജിയർ മനസ്സിലായി. കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ 2 ബേസിക് പ്രോബ്ലംസ്. ഏതാ 2400 എന്ന് പറഞ്ഞാൽ A to B അല്ലേ? അതെ, A to B അല്ലേ? ഓക്കെ സാർ, ഓക്കെ. ആർ ബി വിയുടെ വാല്യൂ എത്ര കിട്ടും? ആർ ബി വിയുടെ വാല്യൂ എത്ര കിട്ടും?
14207 എല്ലാവർക്കും എത്രയാണോ കിട്ടിയത്? അപ്പോൾ അടുത്ത് നമ്മൾ സിഗ്മ എഫ് എടുക്കണം. സിഗ്മ എഫ് ഇക്വൽ ടു 0 എടുക്കണം. സിഗ്മ എഫ് ഇക്വൽ ടു 0 എടുക്കുമ്പോൾ എന്ത് വരും? എന്ത് ആർ എ വി മൈനസ് ഓഫ് എഫ് ടി സി പ്ലസ് ഡബ്ല്യു സി മൈനസ് ഓഫ് എഫ് ടി ഡി പ്ലസ് ഡബ്ല്യു ഡി പ്ലസ് ആർ ബി വി ഈക്വൽ ടു 0. ആർ എ വിയുടെ വാല്യൂ അറിയാം, എഫ് ടി സി അറിയാം, ഡബ്ല്യു സി അറിയാം, എഫ് ടി ഡി അറിയാം, ഡബ്ല്യു ഡി അറിയാം. നമുക്ക് എന്ത് കിട്ടും? ആർ ബി വി കിട്ടും. ആർ ബി വിയുടെ വാല്യൂ കിട്ടും. സോറി, ആർ എ വിയുടെ വാല്യൂ. ആർ ബി വി കിട്ടിയായിരുന്നു. ആർ എ വിയുടെ വാല്യൂ കിട്ടും. അത് മതി, 14201. ആർ എ വി ആർ ബി വിയും കിട്ടിയോ? ആർ ബി വി എത്ര കിട്ടി? ഈ പ്രോബ്ലം ഈ അവർ ഫിനിഷ് ആവത്തില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സെക്ഷൻ വരെ ഞാൻ പറഞ്ഞു തന്നു. ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. അപ്പം ഞാൻ പ്രൊസീജിയർ പറയാം. പ്രൊസീജിയർ പറഞ്ഞ് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ എനിക്ക് നിർവാഹമുള്ളൂ. കാരണം ഇത്ര ലെങ്തി പ്രോബ്ലംസ് ചെയ്യിപ്പിക്കാൻ അവറില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർ ബി വിയും കിട്ടി, ആർ എ വിയും കിട്ടി. ഇനി എന്തോ എടുക്കണം നമ്മൾ? ഇതെല്ലാം ഇങ്ങോട്ട് വരയ്ക്കണം. ആർ ബി വിയുടെ വാല്യൂ, ആർ എ വിയുടെ വാല്യൂ എഴുതണം, ആർ ബി വിയുടെ വാല്യൂ എഴുതണം. അതിനുശേഷം പിന്നെന്തെടുക്കണം? ഇവിടെയുള്ള സിയിലുള്ള എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതണം, ഡിയിലുള്ള എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതണം. അതിനുശേഷം നമ്മൾ എന്തെടുക്കണം? മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കണം ഇല്ലേ? മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേന് എയിലെ മൊമെൻ്റ് നമുക്ക് 0 കിട്ടും ഇല്ലേ? എയിലെ മൊമെൻ്റ് 0 കിട്ടും. പിന്നെ നമ്മൾ സിയിലെ മൊമെൻ്റ് എടുക്കുമ്പോഴത്തേന് ഇവിടെ ഈ സിയിലെ മൊമെൻ്റ് 0 അല്ലല്ലോ. സിയിലെ മൊമെൻ്റ് 0 ആണോ? ബിയിലെ മൊമെൻ്റ് 0. പിന്നെ ഇവിടെ മൊമെൻ്റ് കിട്ടും. മൊമെൻ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. അത് എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, എം സിയും കിട്ടും, എം ഡിയും കിട്ടും കേട്ടോ. അതുപോലെ ഇനി അടുത്ത എന്തെടുക്കണം? ഇത് സി വിയും ഇത് എം ഡി വിയും കിട്ടും. അടുത്ത എന്തെടുക്കണം? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രാം വരച്ച പോലെ തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ലോഡ് ഡയഗ്രാം വരയ്ക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? എ ഉണ്ട്, ബി ഉണ്ട്. എയിലും ബിയും എന്താണ്? ആർ എ എച്ച്. ഇവിടെ എന്താണ്? ആർ ബി എച്ച്. ഇവിടെ സി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയല്ല വരച്ചത്. ആർ എന്തുവായിരുന്നു? ആർ സി അല്ലേ? ആർ എഫ് ടി വരച്ചല്ലോ, ഇനി എഫ് ടിയുടെ ആവശ്യമില്ല. ആർ ഡി. അപ്പോൾ ഇത് പേപ്പറിൻ്റെ പ്ലെയിനിലോട്ട് വരയ്ക്കുമ്പോഴത്തേന് എങ്ങനെ വരും? പേപ്പറിൻ്റെ പ്ലെയിനോട്ട് വരയ്ക്കുമ്പോഴത്തേന് ആർ സി ആർ ഡി എന്ന് വരും. ഇവിടെ എഗെയിൻ നമ്മൾ എന്തെടുക്കുക? എഗെയിൻ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് എ എടുക്കുക. അപ്പം നമുക്ക് ആർ ബി എച്ച് കിട്ടും. എന്നിട്ട് നമ്മൾ എന്തെടുക്കുക? രണ്ട് ഫോഴ്സിൻ്റെ അല്ലേ സിഗ്മ എഫ് എടുക്കുക. സിഗ്മ എഫ് ഈക്വൽ ടു 0 എടുക്കുക. അപ്പോൾ കിട്ടും അവിടുന്ന് ആർ എ എച്ചും കിട്ടും. അതിനുശേഷം നമ്മൾ എന്തെടുക്കുക? ഇത് വാല്യൂസ് എല്ലാം എടുത്ത് എഴുതുക. എത്രയാണോ കിട്ടിയ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതുക, ഇതിനകത്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് വരയ്ക്കണ്ടേ? വെയിറ്റ് ഹൊറിസോണ്ടലായിട്ട് വരുമോ? ഇല്ല, ഹൊറിസോണ്ടൽ എടുക്കുമ്പോൾ വെയിറ്റ് ഇല്ല.
ഓക്കെ സാർ. ഇനി എന്താണ്, ഇനി എന്തെടുക്കണം? മൊമെൻറ്റ് ഡയഗ്രാം പഠിക്കണം ഇല്ലേ? മൊമെൻറ്റ് ഡയഗ്രാം എം എയും എം ബിയും 0 ആണെന്ന് നമുക്കറിയാം ഇല്ലേ? എം സിയുടെ മൊമെൻറ്റും കിട്ടും, എം ഡിയിലെ മൊമെൻറ്റും കിട്ടും ഇല്ലേ? എം ഡി എച്ചും കിട്ടും, എം സി എച്ചും കിട്ടും, എം ഡി എച്ചും കിട്ടും. അപ്പോൾ അതെല്ലാം കിട്ടി ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി എന്തെടുക്കണ്ടേ? ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ഇനി എന്തെടുക്കണ്ടേ? നിങ്ങൾ പറ. പ്രൊസീജിയർ സെയിം ആണ്. ഇനി എന്തെടുക്കണ്ടേ? നമുക്ക് എന്തൊക്കെ കിട്ടി? എം സി വി കിട്ടി, എം സി എച്ച് കിട്ടി. എം സി വി കിട്ടി, എം സി എച്ച് കിട്ടി. പിന്നെന്തുവാ? പിന്നെന്താണ്? എം ഡി വിയും കിട്ടി, എം ഡി എച്ചും കിട്ടി. ഇനി എം സി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് കൊടുക്കണം? റൂട്ട് ഓഫ് എം സി വി സ്ക്വയർ പ്ലസ് എം സി എച്ച് സ്കോർ കണ്ടുപിടിക്കുക അല്ലേ? എം ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് എടുക്കുക? റൂട്ട് ഓഫ് എം ഡി വി സ്ക്വയർ പ്ലസ് ഇത് കട്ടായിപ്പോയല്ലോ. ഏതാ? അത് പറഞ്ഞുതരാം. അതായത് നമ്മളിത് പേപ്പറിൻ്റെ പ്ലെയിനിലല്ലേ വരയ്ക്കുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ചപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരച്ചത്? ഇങ്ങോട്ട് എഫ് ആർ സി അല്ലേ? ഇങ്ങോട്ട് വരച്ച് എഫ് ആർ ഡി അല്ലേ? പിന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ്? ഇങ്ങോട്ട് എഫ് എ എച്ച്. ഇതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷൻ, ഇതിൻ്റെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എങ്ങനെയാണ്? എഫ് ആർ ബി എച്ച്. ഇതിന് ഞാൻ എന്തെടുക്കാൻ പോവാ? ഇതിന് ഞാൻ എന്തെടുക്കുക? പേപ്പറിൻ്റെ പ്ലെയിനിലോട്ടൊന്ന് വരച്ചേ. ഇവിടെ ആർ എ എച്ച് വരും, എഫ് ആർ സി വരും, ഇവിടെ എന്ത് വരും? എഫ് ആർ ഡി വരും, ഇവിടെ എന്ത് വരും? ആർ ബി എച്ച് വരും. മനസ്സിലായോ? നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ നമ്മൾ ആദ്യമേ ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ റീഡിങ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നു? എന്തോ ചെയ്യുന്നത്? പേപ്പറിൻ്റെ പ്ലെയിനിലോട്ടല്ലേ കൊണ്ടുവന്ന് വരയ്ക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലംസൊക്കെ എങ്ങനെയല്ലേ ചെയ്തത്? ഷാഫ്റ്റിൻ്റെ ഫസ്റ്റ് പ്രോബ്ലംസൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്? ഇവിടെ കട്ടായിപ്പോയി. എന്തോ കട്ടായിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഹലോ, പറഞ്ഞു. അതെ അതെ, അവിടെ എന്ത് അതിനു വേണ്ടി അവിടെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അപ്പം ഈ ഒരു ഇത് ആർ ബി വി എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? മുകളിലോട്ട്. അപ്പം ഈ ഒരു ഷാഫ്റ്റിന് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്? ഈ ഒരു ഷാഫ്റ്റിന് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്? സാഗിങ് എഫക്റ്റ് വരുമ്പോൾ ഞാൻ എന്തെടുക്കണമെന്നാണ് പറഞ്ഞത്? പോസിറ്റീവ്. മനസ്സിലായോ? ഈ സെയിം മെത്തേഡ് കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് എല്ലാത്തിനകത്തും നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അല്ല, പക്ഷെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് വരുവാണെങ്കിൽ താഴോട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. നിർബന്ധമില്ല, നിർബന്ധമില്ല. സമയമില്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ട. പക്ഷെ അത്രയും വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ആൻസർ തെറ്റാണെങ്കിൽ പോലും കേട്ടോ.
മാർക്ക് കിട്ടും. ആൻസർ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് വീഴും അവിടെ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതൊന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യട്ടെ. എം ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എം ടി വി സ്കോർ പ്ലസ് എം ഡി എച്ച് സ്കോർ ചെയ്യുന്നു. അപ്പോൾ എം സി എം ടി കണ്ടുപിടിച്ചു. ഇതിനകത്ത് നമ്മൾ ഏത് വാല്യൂ എടുക്കേണ്ടത്? ഏത് വാല്യൂ എടുക്കണ്ടേ? മാക്സിമം വാല്യൂ എടുക്കുന്നത്. ഇനി നമ്മൾ 2 ഡയമീറ്റർ കണ്ടുപിടിക്കണം. എന്നൊക്കെ 2 ഡയമീറ്റർ? ടോ മാക്സ് വെച്ചിട്ടുള്ള ഡയമീറ്റർ കണ്ടുപിടിക്കണം, സിഗ്മ മാക്സ് വെച്ചിട്ടുള്ള ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, ടോ മാക്സ് വെച്ചിട്ടുള്ള ഫോർമുല എന്തുവാ? ടോ മാക്സ് വെച്ചിട്ടുള്ള ഫോർമുല എന്തുവാ? D0 = 16/π ഇൻറ്റു ടോ മാക്സ് അല്ലേ, ഇൻറ്റു √CM(m)² പ്ലസ് CT(t)² റേസ് ടു 1/2. ഇത് വെച്ചുമ്പോൾ നമുക്ക് ടോ മാക്സ് ഉപയോഗിച്ചുള്ള ഡയമീറ്റർ ഏതാ എന്താ പറഞ്ഞേ? ഹലോ, എന്തു പറഞ്ഞേ? കേൾക്കുന്നുണ്ടോ? ഇനി അടുത്ത ഡയമീറ്റർ ഒന്ന് കണ്ടുപിടിക്കണ്ടേ? സിഗ്മ മാക്സ് വെച്ചുള്ള ഡയമീറ്റർ ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 16/π ഇൻറ്റു സിഗ്മ മാക്സ് ഇൻറ്റു CM(m) പ്ലസ് √CM(m)² പ്ലസ് CT(t)² റേസ് ടു 1/2 അല്ലല്ലോ 1/3. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ 2 ഡയമീറ്റർ കിട്ടും. ഇതിനകത്ത് നമ്മൾ ഏത് ഡയമീറ്റർ എടുക്കേണ്ടത്? വിച്ച് ഡയമീറ്റർ? ഈ ഡയമീറ്റർ മാക്സിമം ആണ് മിനിമം? ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു സെക്ഷന് പറയാനുള്ളത്.